മുമ്പ് നമ്മൾ പല ഹെയർ ഡൈയുടെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം പലരും പറയുന്ന ഒരു കമൻറ്റാണ് കേട്ടോ, ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ. 100% റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാത്തത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പഴക്കം കൊണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന രീതിയിലുണ്ടാകുന്ന മാറ്റമൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ചെയ്ത് നോക്കൂ, നല്ലൊരു റിസൾട്ടായിരിക്കും. 100% നാച്ചുറലായിട്ട് എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇതേ കളർ തന്നെ നിങ്ങളുടെ മുടിക്ക് കിട്ടും കേട്ടോ. ഇതുവരെയും കെമിക്കൽ ഡൈകളൊന്നും യൂസ് ചെയ്യാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. കെമിക്കലുകൾ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു കറുപ്പ് കളർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമുക്ക് കരിഞ്ജീരകവും വേണം. ഇത് നമുക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നിങ്ങൾ തയ്യാറാക്കി വെച്ചാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഉലുവയും കരിഞ്ജീരകവും എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് രണ്ടും കൂടെ നല്ലപോലെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചൂടാക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി നല്ല കറുപ്പ് കളറിലാക്കി എടുക്കണം. ഉലുവയും കരിഞ്ജീരകവും ഒക്കെ നമ്മുടെ മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും മുടി കറുത്ത് കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. മുടിക്ക് തീരെ ഉള്ളില്ലാത്തവരാണെങ്കിൽ സ്ഥിരമായിട്ട് കരിഞ്ജീരകത്തിൻ്റെയൊക്കെ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ നല്ല ചെറിയ ചെറിയ മുടികൾ വളർന്നു വരുന്നത്, മുടി നല്ല ഉള്ളോടുകൂടി കിളിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ ഉലുവയും കരിഞ്ജീരകവും നല്ലപോലെ ചൂടാക്കി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. അതിനുശേഷം സമയമെടുത്ത് തന്നെ നമുക്കിതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കി ഇതുപോലെ കറുപ്പ് കളറിലേക്ക് ആക്കണം കേട്ടോ. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഏകദേശം ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇതിൻ്റെ പരുവം അറിയാനായിട്ട് കുറച്ചൊന്നെടുത്ത് നമ്മൾ കയ്യിൽ വെച്ച് ഞെരടി നോക്കുമ്പം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇത് നല്ല ചൂടായിരിക്കും, അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും തരിയില്ലാത്ത രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പൊടി നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത മിക്സിയുടെ ജാറിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 പിടിയോളം പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പനിക്കൂർക്കയുടെ ഇലയും തണ്ടും ഒക്കെ കൂടെ ചേർത്താണ് എടുത്തേക്കുന്നത്. ഇനി ഇത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ 1-2 മുടികളൊക്കെ നരയ്ക്കുന്നവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ പനിക്കൂർക്കയുടെ ഇല നല്ലപോലെ തിളപ്പിച്ചിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം മുടി കഴുകുകയാണെങ്കിൽ ആ വെളുത്ത മുടികളൊക്കെ പെട്ടെന്ന് കറുക്കുന്നതായിട്ടും പുതുതായിട്ട് വെളുത്ത മുടികൾ വരാതെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനിക്കൂർക്കയുടെ ഇലയിലേക്ക് 1 ഗ്ലാസോളം വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. കൂടെ തന്നെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ച് നമ്മൾ എടുത്തിരിക്കുന്ന 1 ഗ്ലാസ് വെള്ളം ഏകദേശം വറ്റി 1/2 ഗ്ലാസ് ആവുന്നത് വരേക്കും ആക്കിയെടുക്കണം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന തേയിലയും അതുപോലെ തന്നെ പനിക്കൂർക്കയൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്ത് അതിൻ്റെ എസൻസൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ച് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുക്കണം കേട്ടോ. തണുത്ത് കിട്ടുമ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ നല്ല കറുത്ത കളറിൽ കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ഡെക്കോഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു വെള്ളം കൊണ്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം മുടി കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വെളുത്ത മുടികളൊക്കെ കറുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാം. സെയിം ചീനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡറാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉലുവയുടെയും കരിഞ്ജീരകത്തിൻ്റെയും പൊടിയുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നീലാമ്പരിയുടെ പൊടിയാണ് കേട്ടോ, ഇൻഡിഗോ പൗഡർ. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഈവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ഇൻഡിഗോ പൗഡറിൻ്റെയും ഹെന്ന പൗഡറിൻ്റെയും ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതുപോലെ ഈവനായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡെക്കോഷൻ ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്
ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. കോഷനെല്ലാം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ച് കട്ടകളില്ലാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഹെയർ ഡേയുടെ പ്രത്യേകത ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഇരിക്കുന്നത്. നല്ലപോലെ സമയമെടുത്തിട്ട് വേണം നിങ്ങൾ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ മുടിയിലും ഒരേപോലെ കളർ കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്ന അളവിലാണ് എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ. വീണ്ടും നമുക്കിതിലേക്ക് അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരില്ല. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹെയർ ഡേ മിക്സ് ചെയ്ത് ഈവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ഹെയർ ഡേയുടെ കളർ വന്നിട്ട് ഒരു ചാണകപ്പച്ച കളറൊക്കെ ആണല്ലോ. ഒരു രാത്രി കഴിഞ്ഞ് നിങ്ങൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാം. ഞാൻ പൊതുവേ ഹെയർ ഡേ എല്ലാം വൈകിട്ടാണ് കേട്ടോ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് കിട്ടും. അപ്പോൾ നമ്മളിത് അടച്ച് ഒരു രാത്രി 7-8 മണിക്കൂറിനോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ നമ്മൾ ഹെയർ ഡേ തുറന്ന് നോക്കുമ്പോൾ നല്ല കറുപ്പ് കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ തന്നെ നിങ്ങളുടെ മുടിക്കും കിട്ടും. ഇനി നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന രീതി കൂടി പറഞ്ഞുതരാം. ഒട്ടും തന്നെ എണ്ണമെഴുക്കില്ലാത്ത നല്ലപോലെ ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിലേക്ക് വേണം ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് മുടിയിൽ തേച്ചതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നാച്ചുറൽ ആയിട്ടുള്ള താളിയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മുടി കഴുകാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേക്ക് പിന്നെ നിങ്ങൾ ഷാമ്പു ഒന്നും മുടിയിലേക്ക് ഉപയോഗിക്കരുത്. ഇതുവരെയും കെമിക്കൽ ഡൈകളൊന്നും ഉപയോഗിക്കാത്ത മുടിയാണെങ്കിൽ 1-2 ഉപയോഗത്തിൽ തന്നെ നിങ്ങളുടെ മുടിയെല്ലാം നല്ലപോലെ കറുത്ത് കിട്ടും. കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടുള്ള മുടിയാണെങ്കിൽ അടുപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6-7 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം വീണ്ടും അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.